ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഒരുപാട് നാളത്തെ ഇടവേളകൾക്ക് ശേഷം ഞാൻ പതിയെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇമേജൊക്കെ കാണുമ്പം നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാക്കാം ഞാൻ ഏതോ ഗൾഫ് കൺട്രിയിലാണെന്ന്. അതെ, ഞാൻ തിരിച്ച് വീണ്ടും സൗദി അറേബ്യയിൽ തന്നെ എത്തി ഗൈസ്. അങ്ങനെ 1.5 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സൗദിയുടെ മണ്ണിൽ കാലുകുത്തി. അപ്പോൾ വന്ന സമയത്ത് പോയ ചെറിയൊരു ട്രിപ്പാട്ടോ. അങ്ങനെ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ തായിഫിന് പോയതായിരുന്നു. അപ്പോൾ സൗദിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ, ഓൾമോസ്റ്റ് നല്ല എല്ലാവർക്കും അറിയാം, തായിഫ് ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ നമ്മൾ വൺസ് എപ്പോഴെങ്കിലും ഒന്ന് പോയിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഞാനൊരു 8 വർഷം ഇവിടെ സൗദിയിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. തിരിച്ചുവരവിലൂടെയാണ് എനിക്കിവിടെ ഒന്ന് പോകാനായിട്ട് പറ്റിയത്. അങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഇനിയുള്ള സൗദി ജീവിതത്തിൽ കവർ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. വലിയ കാര്യമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ചെറിയ ചെറിയ റീൽസൊക്കെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ലോങ് വീഡിയോസ് അധികം ഇട്ടാലും വ്യൂസ് അങ്ങനെ അധികം കാണില്ല. പിന്നെ അപ്പോൾ ചെറിയ ചെറിയ റീൽസ് പോലത്തെ കുഞ്ഞു വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കുഞ്ഞു വിശേഷങ്ങളും കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ചാനലിലൂടെ കാണാം. ഞാൻ പിന്നെയും തിരിച്ചു വന്നത് റിയാദിലോട്ട് തന്നെയാണ്. റിയാദിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ പോകുന്ന വഴിക്കുള്ള ചെറിയ കുഞ്ഞ് വീഡിയോസാട്ടോ. അപ്പോൾ സൗദിയിലൊക്കെ ആരെങ്കിലും ഉള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ഒരു തവണയെങ്കിലും ഒന്ന് പോയി കാണേണ്ടതാണ്. ഒരുപാട് കാണാനും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല തണുപ്പും ഒക്കെയുള്ളൊരു ഏരിയയാണ് തായിഫ്. അതുപോലെ തന്നെ സ്ട്രോബെറി തോട്ടം, ഫാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ കവർ ചെയ്യാനുണ്ട്. പിന്നെന്താണ് പറയേണ്ടത്, ഞങ്ങൾ ഫ്രണ്ട്സായിട്ടാട്ടോ പോയത്. ഫ്രണ്ട്സും പിന്നെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഫാമിലിയുടെ കൂടെ പോകാനൊരു അവസരം കിട്ടിയപ്പോൾ പോയതാണ്. അല്ലെങ്കിൽ ഇവിടെയും പോവില്ല. 8 വർഷം നിന്നിട്ടും എവിടെയും പോയിട്ടില്ല. വളരെ ചുരുക്കം കൊച്ചു കാര്യങ്ങൾ മാത്രം കവർ ചെയ്യാനായിട്ടാണ് ഈ 8 വർഷം പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇവിടെ നിൽക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പോകണം എന്ന ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെന്താ, ഇവിടെ യുദ്ധവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, എല്ലാ ഗൾഫ് കൺട്രീസിലും അത് ബാധിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അതൊക്കെ അവസാനിപ്പിച്ച് എല്ലാം പഴയതുപോലെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്താ, ഓൾമോസ്റ്റ് കുറേ ഫ്ലൈറ്റൊക്കെ ക്യാൻസലായിട്ടുണ്ട്. നാട്ടിൽ പോകാനിരിക്കുന്നവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാം മാറി പഴയ ഗൾഫ് രാജ്യങ്ങൾ പഴയതുപോലെ തന്നെ ഇതായി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഒത്തിരി നാശനഷ്ടങ്ങളും മരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.